ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകൾ, അവയുടെ പ്രധാന ഉപയോഗങ്ങളും പ്രധാന അർത്ഥങ്ങളുമാണ്. ഈ ക്ലാസ്സിൽ നാം കാണുന്ന വാക്കാണ് ബിസൈഡ്, BESIDE, ബിസൈഡ്. അതിന്റെ അർത്ഥം അടുത്ത്, അരികിൽ എന്നൊക്കെയാണ്, സമീപം, ആ രീതിയിലൊക്കെ പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ബൈ എന്ന വാക്ക് കാണുകയുണ്ടായി. അതിനും ഈ അർത്ഥം തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ബൈ ഉപയോഗിക്കുന്ന സ്ഥലത്ത്, ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ബിസൈഡ് വയ്ക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് വാചകങ്ങൾ നോക്കാം. ആദ്യത്തെ വാചകം, ഹി സ്റ്റുഡ്, അവൻ നിന്നു. എവിടെ? ബിസൈഡ് എ ട്രീ, ഒരു മരത്തിനടുത്ത്. ബിസൈഡ് എ ട്രീ, അവൻ ഒരു മരത്തിനടുത്ത് നിന്നു. ഇങ്ങനെ മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിൽ ഹി സ്റ്റുഡ് ബിസൈഡ് എ ട്രീ എന്ന് പറയാം. ബിസൈഡിന് പകരം മറ്റു വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്, അവ ഉപയോഗിച്ചും ഈ അർത്ഥത്തിൽ പറയാം. നമ്മളിപ്പോൾ കാണുന്നത് ബിസൈഡാണ്, അതിന്റെ ഉപയോഗമാണ്. ഒരു മരത്തിനരികെ അവൻ നിന്നു, ഒരു മരത്തിനരികെ അവൻ നിന്നു. ഹി സ്റ്റുഡ് ബിസൈഡ് എ ട്രീ. ഹി സ്റ്റുഡ് ബിസൈഡ് ദ ട്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക മരത്തെ ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ദ ട്രീ എന്ന് പറയുക. എ ട്രീ എന്ന് പറയുമ്പോൾ ഏത് മരമാകാം. അതാണ് ദിയും എയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇതും പ്രാക്ടീസ് ചെയ്യുക. സബ്ജക്റ്റ് ഒക്കെ മാറ്റി വയ്ക്കാം. ഇവിടെ ടെൻസ്, പല ടെൻസുകളൊക്കെ ഉപയോഗിക്കാം. ഹി ഹാസ് സ്റ്റുഡ്, ഹി സ്റ്റാൻഡിങ്, ഹി വാസ് സ്റ്റാൻഡിങ്, ആ രീതിയിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അടുത്ത വാചകം നോക്കാം. ഹിസ് ഹൗസ് ഈസ് ബിസൈഡ് ദ റിവർ. അവന്റെ വീട് നദിക്കടുത്താണ്, അല്ലെങ്കിൽ അവന്റെ വീട് പുഴയുടെ അടുത്താണ്, അല്ലെങ്കിൽ അവന്റെ വീട് പുഴയുടെ അരികിലാണ്, ആ രീതിയിലൊക്കെ നമുക്ക് പറയാം. ഇവിടെയും ഹിസ് ഹൗസ് ഈസ് ബിസൈഡ് ദ റിവർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രത്യേക നദിയെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ദ റിവർ എന്ന് പറയുന്നത്. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാകും ഏത് നദിയാണ് എന്ന്. ഏ റിവർ എന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു നദിയാകാം, കൃത്യമായിട്ട് ഇന്ന നദി എന്ന് പറയുന്നില്ല. ഓക്കെ, അതാണ് എയും ദിയും തമ്മിലുള്ള വ്യത്യാസം. ചിലർക്ക് സംശയം വരാറുണ്ട്, എന്തുകൊണ്ടാണ് ഇടയ്ക്ക് ദി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ ദി എന്നതിന്റെ അർത്ഥം പ്രത്യേകിച്ച് കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത് വഴി അതിന്റെ അർത്ഥം കൂടുതൽ വ്യക്തമാകും. ഈ വാക്കുകളും വെച്ച് നോക്കാം. ഹിസ് ഹൗസ് ഈസ് ബിസൈഡ് ദ ലേക്ക്. ഹിസ് ഹൗസ് ഈസ് ബിസൈഡ് ദ ലേക്ക്, തടാകത്തിന്റെ അരിയിലാണ്, അടുത്താണ് അവന്റെ വീട്. ദ ലേക്ക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രത്യേക തടാകം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഹിസ് ഹൗസ് ഈസ് ബിസൈഡ് എ ലേക്ക് എന്ന് പറയുമ്പോൾ ഏത് തടാകമാകാം, ഏതൊരു തടാകത്തിന്റെ അടുത്താണ് അവന്റെ വീട്, ആ രീതിയിലാണ് അർത്ഥമാക്കുക. ഹിസ് ഹൗസ് ഈസ് ബിസൈഡ് ദ സീ, അവന്റെ വീട് കടലിനടുത്താണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ മറ്റു വാക്കുകൾ ഹെർ ഹൗസ്, മൈ ഹൗസ്, ആ രീതിയിലൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഹിസ് ഹൗസ് വാസ് ബിസൈഡ് ദ റിവർ, ആ രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, മൂന്നാമത്തെ വാചകം നോക്കാം. ഷീ സാറ്റ്, അവൾ ഇരുന്നു. ബിസൈഡ് മീ, എവിടെ? ബിസൈഡ് മീ, എന്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ അരികില്. എപ്പോൾ? ഡ്യൂറിങ് ഡിന്നർ. ഡ്യൂറിങ് ഡിന്നർ, ഡ്യൂറിങ് എന്നുള്ള വാക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഡ്യൂറിങ് ഡിന്നർ നമ്മൾ മലയാളത്തില് ഡിന്നറിന്റെ സമയത്ത്, ആ രീതിയിൽ തർജ്ജമ ചെയ്യുന്നതാണ് നല്ലത്. വാചകം ഷീ സാറ്റ് ബിസൈഡ് മീ ഡ്യൂറിങ് ഡിന്നർ. ഡിന്നറിന്റെ സമയത്ത്, ഡിന്നറിന്റെ സമയത്ത്, ഡ്യൂറിങ് ഡിന്നർ. ഷീ സാറ്റ്, അവൾ എന്റെ അടുത്തിരുന്നു. ബിസൈഡ് മീ, ഷീ സാറ്റ് ബിസൈഡ് മീ ഡ്യൂറിങ് ഡിന്നർ. ഷീ സാറ്റ് ബിസൈഡ് മീ ഡ്യൂറിങ് ഡിന്നർ. അവൾ ഡിന്നറിന്റെ സമയത്ത് എന്റെ അടുത്തിരുന്നു. എന്റെ അടുത്ത് അവൾ ഡിന്നറിന്റെ സമയത്ത് ഇരുന്നു. ആ രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചൊക്കെ പറയാം. ഇവിടെയും സബ്ജക്റ്റ് ഒക്കെ മാറ്റി വയ്ക്കാൻ നോക്കുക. ഡ്യൂറിങ് ലഞ്ച്, ഡ്യൂറിങ് ബ്രേക്ക്ഫാസ്റ്റ്, അതൊക്കെ വയ്ക്കാം. ബിസൈഡ് ഹിം, ഷീ സാറ്റ് ബിസൈഡ് ഹിം, അവന്റെ അടുത്ത് അവൾ ഡിന്നറിന്റെ സമയത്ത് ഇരുന്നു, അല്ലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ഇരുന്നു. ഡ്യൂറിങ് ബ്രേക്ക്ഫാസ്റ്റ്, ആ രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ അർത്ഥം കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള പരിപാടി. രണ്ടുപേരായിട്ട് ഇരിക്കുമ്പോൾ ബോറടിക്കുകയില്ല, തെറ്റ് വന്നാൽ തിരുത്താനും പറ്റും. പഴയ ടെൻസുകളൊക്കെ റിവൈസ് ചെയ്യാനുള്ള സമയം കൂടിയാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണേ. ഇനി വെർബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കുക, അതുപോലെ പുതിയ വെർബ്സ് പഠിക്കണം, പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥം പഠിക്കണം, ഉച്ചാരണം പഠിക്കണം. ഒത്തിരി വാക്കുകൾ നമുക്ക് അറിയാമെങ്കിൽ നല്ല ഒഴുക്കോടെ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് പറയാനും എഴുതാനൊക്കെ നമുക്ക് സാധിക്കും. അതോടൊപ്പം സിമ്പിൾ ആയിട്ടുള്ള ലളിതമായ ഇംഗ്ലീഷ് കഥകളൊക്കെ വായിച്ചു നോക്കുക.
നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ചിലപ്പോൾ പുതിയ വാക്കുകൾ അതിൽ നിന്നും പഠിക്കാനൊക്കെ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 8ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രൂപങ്ങളാണ് ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കേണ്ടത്. ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും
ഉച്ചാരണം ഒരുപോലെയാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രസന്റ് ഫോമില് സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്, അവിടെ അർത്ഥവും നമ്മൾ പഠിക്കണം. അത് നമുക്ക് തുടങ്ങാം. സെൽ, സോൾഡ്, സോൾഡ്, ടെൽ, ടോൾഡ്, ടോൾഡ്, ഹോൾഡ്, ഹെൽഡ്, ഹെൽഡ്. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല ഉണ്ടാക്കുന്നത്, വേറെ രീതിയിലാണ്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയുള്ള വെർബുകളൊക്കെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്കവ കാണാം. വിഷ്, വിഷ്ഡ്, വിഷ്ഡ്, വിസിറ്റ്, വിസിറ്റഡ്, വിസിറ്റഡ്, wait, waited, waited, wonder, wondered, wondered, wash, washed, washed, tease, teased, teased, strengthen, strengthened, strengthened, supply, supplied, supplied, surprise, surprised, surprised, welcome, welcomed, welcomed, return, returned, returned, succeed, succeeded, succeeded, search, searched, searched, slapped, 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 shocked, 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 suggest, suggested, suggested, taste, tasted, tasted, trouble, 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 terrify, terrified, terrified, wink, winked, winked, wipe, wiped, wiped, trap, trapped, trapped, warned, wanted, wanted, warn, warned, warned, vanish, vanished, vanished, whisper, whispered, whispered. ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വെർബുകൾ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഈ വെർബുകളെല്ലാം. അപ്പൊ ഇവയുടെ ഉച്ചാരണവും അർത്ഥവും പഠിക്കണം. ചിലയിലൊക്കെ വ്യത്യാസങ്ങൾ കാണാം. സിംഗുലർ ആകുമ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ചില വെർബുകളിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ.